എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഉള്ളത് റംബൂട്ടാൻ തോട്ടത്തിലാണ്. ഇന്ന് പറയാൻ പോകുന്നത് ഈ തോട്ടത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എഫക്റ്റീവായിട്ടും ചീപ്പായിട്ടും നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പോരുക, കാണിച്ചു. ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്? ഒന്ന്, നമുക്കൊരു വാട്ടർ സോഴ്സ് ഉണ്ടായിരിക്കണം. രണ്ട്, ഈ വാട്ടർ സോഴ്സിൽ നിന്ന് വെള്ളം താഴോട്ട് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മെയിൻ പൈപ്പ്. മൂന്ന്, ആ മെയിൻ പൈപ്പിൽ നിന്നും ചെടികൾ നിൽക്കുന്ന ലൈനുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സബ് ട്യൂബ്സ് എന്ന് പറയും. ഇതുപോലുള്ള സബ് ട്യൂബ്സ്. ഇത് 16 mm ആണ്, ഇത് 12 mm ഉണ്ട്, 14 ഉണ്ട്. ഇനി അടുത്തത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ് ട്യൂബുകളിൽ നിന്ന് ഓരോ ചെടിയുടെയും ചോട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള മൈക്രോ ട്യൂബ് എന്ന് പറയും. ഇത് 6 mm ആണ്. അപ്പോൾ ഇങ്ങനത്തെ മൈക്രോ ട്യൂബ്സ് ആവശ്യമുണ്ട്. പിന്നെ ഇത് കൂട്ട് കണക്ഷൻ ആവശ്യമുള്ള കണക്റ്റേഴ്സ്, സ്പ്രിംഗ്ലേഴ്സ്, പിന്നെ ടാപ്പ്, പിന്നെ ബുഷ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഇതിനാവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെയാണ് കണക്ഷൻസ് കൊടുത്തിരിക്കുന്നതെന്ന് വളരെ ഈസിയായി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഇത് ഒരു മെയിൻ പൈപ്പായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് നമ്മുടെ വാട്ടർ സോഴ്സിൽ നിന്ന് പറമ്പിൻ്റെ നടുക്കൂടെ ഇടുന്ന, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ കൂടെ ഇടുന്ന ഒരു മെയിൻ പൈപ്പ്. ഇത് 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇതിനകത്ത് ഹോൾസ് കണ്ട് അത്ഭുതപ്പെടേണ്ട. ഒരു ഡ്രില്ല് കംപ്ലൈൻ്റ് ആയപ്പം പലതവണ ചെയ്ത് ഡ്രില്ല് ശരിയാക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്തതേ ഉള്ളൂ. ഇത് തുളയില്ലാത്തൊരു പൈപ്പ് അങ്ങനെ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പൈപ്പ് എടുക്കുന്നു. അതിൽ നമ്മളൊരു ഹോൾ ഇടുന്നു. സിംഗിൾ ഹോൾ ഒരു സൈഡിലേക്ക് നമ്മളിടുന്നു. ആ ഹോളിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ബുഷ് കയറ്റി വയ്ക്കുന്നു. ഇനി ആ ബുഷിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു കണക്ടർ കൂടി കയറ്റി വയ്ക്കുന്നു. ചില കണക്ടേഴ്സിന് ഇതുപോലെ ടാപ്പ് ഉണ്ടാവും, ചിലതിന് ടാപ്പില്ലായിരിക്കും. നമ്മൾ ടാപ്പുള്ളൊരു കണക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ പൈപ്പ് നമുക്ക് റോളായിട്ടാണ് കിട്ടുക. നമ്മൾ ആവശ്യാനുസരണം ചെടികൾ നിൽക്കുന്ന ലൈനിലേക്ക് ഈ റോളിലൂടെയുള്ള പൈപ്പ് ഇങ്ങനെ നീളത്തിൽ രണ്ട് സൈഡിലേക്ക് വിടുന്നു. അതിനുശേഷം ഈ മൈക്രോ ട്യൂബ് നമ്മൾ എടുക്കുന്നു. ഇതിൻ്റെ എൻഡിലൊരു കണക്ടറുണ്ട്. ഈ കണക്ടർ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. ആവശ്യത്തിന് നീളം ഇട്ടതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ വെച്ച് ഒരു സ്റ്റാൻഡ് കൂടി വെച്ചതിന് ശേഷം ഇങ്ങനൊരു സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യുന്നു. ഇനി ഈ സ്പ്രിംഗ്ലറിൻ്റെ പ്രത്യേകത, ഇത് പല വിധത്തിലുള്ളതുണ്ട്. ഡ്രിപ്പറുണ്ട്, സ്പ്രിംഗ്ലറുണ്ട്, പല ഇതുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിൽ 60 ലിറ്റർ വെള്ളം വരെ, 65 ലിറ്റർ വെള്ളം വരെ തള്ളാൻ കപ്പാസിറ്റി ഉള്ളൊരു ഡ്രിപ്പറാണിത്. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ഡ്രിപ്പർ കൂടി കണക്ട് ചെയ്യുന്നു. ഇനി ഇതെവിടെ ഇവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇവിടെ കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ മെയിൻ ലൈൻ. ഇത് പുറകിൽ നമ്മുടെ പടുതാക്കുളമാണുള്ളത്. അവിടുന്ന് മെയിൻ ലൈൻ വരുന്നു. ഇത് ദൂരെ താഴോട്ട് പറമ്പിൻ്റെ എൻഡ് വരെ പോയിരിക്കുന്നു. ഇനി ഞാൻ ഈ നിൽക്കുന്ന ലൈനിൽ എത്ര റംബൂട്ടാൻ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് കണക്ഷൻ കൊടുക്കുക. ഈ സൈഡിലേക്ക് 3 റംബൂട്ടാൻ പോകുന്നു, ഈ സൈഡിലേക്ക് 3 റംബൂട്ടാൻ പോകുന്നു. ഒരു നിരയായിട്ടാണ് പോവുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്രില്ല് കൊണ്ട് ഹോൾ ഉണ്ടാക്കി ബുഷും കണക്ടറും വെച്ചതിന് ശേഷം 16 mm ഹോസ് ഇട്ടിരിക്കുന്നു. ഇത് 16 mm വയ്ക്കാം, 18 വയ്ക്കാം, 20 വയ്ക്കാം, 14 വയ്ക്കാം, 12 വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ അത് തീരുമാനിക്കുക. അങ്ങനെ പൈപ്പ് കൊടുത്തിട്ട് ഈ ലൈൻ ഇങ്ങനെ നീളത്തിൽ അവിടെ ആ എൻഡ് വരെ പോയിരിക്കുകയാണ്. അതിന് സൈഡിൽ നമ്മൾ എന്നിട്ടൊരു എൻഡ് ക്യാപ്പ് കൊണ്ട് ഇത് അടച്ചു വയ്ക്കും, വെള്ളം അവിടുന്ന് നഷ്ടപ്പെടാതിരിക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലുള്ള മൈക്രോ ട്യൂബ്സ്, കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ വയ്ക്കുന്നു. കണക്ടറൊക്കെ പല വിധത്തിലും പല നിറത്തിലും ഉള്ളതുകൊണ്ട് ഇതൊരു വൈറ്റ് ആണ്, ഇതൊരു ബ്ലാക്ക് ആണ്. ഇതിനൊക്കെ വളരെ നിസ്സാര വിലയുള്ളൂ. 1 രൂപ, 2 രൂപ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പലതിൻ്റെയും വില. എന്നിട്ട് അതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ഡ്രിപ്പർ വെച്ചിട്ടുണ്ട്. ഈ ഡ്രിപ്പർ നമ്മൾ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡാണിത്. ഈ സ്റ്റാൻഡിലേക്ക് നമ്മൾ ഈ പൈപ്പിൻ്റെ എൻഡ് കയറ്റി വിടുന്നു. ഇവിടെ ഡ്രിപ്പർ കണക്ട് ചെയ്യുന്നു. ആർക്കും ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു സംഭവമാണ്. അതിനുശേഷം നമ്മളിവിടെ കുത്തിവെക്കുന്നു. ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റപ്പിൽ നമ്മൾ 2 എക്സ്ട്രാ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫിൽട്ടറാണ്. ഇത് നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പൊടി, പായൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് ഡ്രിപ്പ് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫിൽട്ടറാണിത്. ഇതിങ്ങനെ എടുത്ത് നമുക്ക് അഴിച്ചിട്ട് നമുക്ക് ഇതിനുള്ളിൽ ക്ലീൻ ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫിൽട്ടർ നമ്മൾ നിർബന്ധമായും കണക്ട് ചെയ്യേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഹോൾസ് ഉള്ള ഈ പൈപ്പുകളും ഡ്രിപ്പറുകളും അടഞ്ഞു പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിൽട്ടർ. അടുത്തതാണ് വെഞ്ചുറി എന്ന് പറയുന്ന സിസ്റ്റം. ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു വാൽവ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ കണക്ഷനുണ്ട്. അപ്പോൾ ഇതാണ്, ഈ പൈപ്പാണ് വളം വലിച്ചു കൊടുക്കുന്ന പൈപ്പ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പ്രഷറിൽ നമ്മുടെ മോട്ടോർ പ്രവർത്തിക്കുന്ന സമയത്ത് ഇതുപോലൊരു ബക്കറ്റിൽ നമുക്ക് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വളങ്ങൾ കലക്കി വയ്ക്കാം.
അതിനുശേഷം ഇത് നമ്മൾ ആ വെള്ളത്തിലേക്ക് മുക്കിക്കഴിഞ്ഞ് ഇവിടുത്തെ നോബ് പയ്യെ തിരിച്ചു കൊടുത്താൽ ആ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുകയും ഈ നോബിനകത്തോടെ വെള്ളം കയറി എല്ലാ ചെടികളുടെയും ചുവട്ടിലേക്ക് വളരെ ഈസി ആയിട്ടും വളരെ എഫക്റ്റീവായിട്ടും വളം എത്തിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറമ്പിൽ ചെയ്തിട്ടുള്ള ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റപ്പ്. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്, എനിക്ക് ഈ 1 ഏക്കർ സ്ഥലത്തേക്ക് റംബൂട്ടാന് വേണ്ടി ഡ്രിപ്പ് സെറ്റ് ചെയ്തപ്പം എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇതിന് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല പാർട്ടായിട്ട് തിരിക്കണം. 1, ഇതിന് വേണ്ടിയിട്ടുള്ള പമ്പിൻ്റെ വില. 2, ഇതിന് മെയിൻ ലൈന് ആവശ്യമായിട്ടുള്ള PVC അനുബന്ധമായ കണക്റ്റേഴ്സ്. 3, ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ ആദ്യം ഞാൻ കാണിച്ച വെഞ്ചുറി, ചെറിയ പൈപ്പുകൾ, കണക്ടർ, ഡ്രിപ്പർ മുതലായവയാണ്. ഒന്നാമത്തെ പാർട്ട് എനിക്ക് പമ്പിന് വന്നിരിക്കുന്ന ചിലവ് 13,000 രൂപയാണ്. 23,000 രൂപയുടെ പമ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്മാം എന്ന് പറയുന്ന പ്രോജക്റ്റിലൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം 10,000 രൂപ സബ്സിഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് 23,000 രൂപയുടെ പമ്പിന് 13,000 രൂപ കോസ്റ്റിൽ നമുക്ക് വാങ്ങാൻ സാധിച്ചു. 2, ഇതിനു വേണ്ടി വന്നിട്ടുള്ള PVC പൈപ്പ് 1.5 ഇഞ്ചിൻ്റെ PVC കണക്ടർ, വാൽവ് എല്ലാം കൂടി എനിക്ക് വന്നിരിക്കുന്ന ചിലവ് 7,500 രൂപയാണ്. 500 രൂപ അറൗണ്ടാണ് വണ്ടിക്കൂലി അടക്കം വന്നിരിക്കുന്ന ചിലവ്. ഇനി മൂന്നാമത്തെ പാർട്ടിലാണ് എനിക്ക് അല്പം കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചത്. അത് ഇതിൻ്റെ പൈപ്പുകൾ, സബ് ട്യൂബ്സ്, മറ്റ് കാര്യങ്ങളെല്ലാമാണ്. അത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിൻ്റെ ബില്ലോട് കൂടിയാണ്. ഇതിന് ഞാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൂടെ ഷെയർ ചെയ്യാം. ഇതിൻ്റെ എനിക്ക് വന്നിരിക്കുന്ന ചിലവ് 14,455 രൂപയാണ് ഇതിന് എനിക്ക് വന്നിരിക്കുന്ന കോസ്റ്റ്. ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ വില നിങ്ങൾ നോക്കിക്കൊള്ളുക. ഈ ലാറ്ററൽ പൈപ്പ് 16 mm ഈ പൈപ്പിൻ്റെ വില 1 മീറ്റർ പൈപ്പിന് 7 രൂപ 90 പൈസ. വെറും 7 രൂപ 90 പൈസ പ്ലസ് 12% ടാക്സ്. ഇതാണ് ഇതിന് വന്നിരിക്കുന്ന വില. അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ട്യൂബ് എന്ന് പറയുന്ന ഈ ട്യൂബിന് വന്നിരിക്കുന്ന വില 2 രൂപ 80 പൈസ ഈ ട്യൂബിന്. 3, ഈ ഡ്രിപ്പർ ഇതിന് വന്നിരിക്കുന്നത് വെറും 2 രൂപ. ഒരു മണിക്കൂറിൽ 65 ലിറ്റർ വെള്ളം കപ്പാസിറ്റി തള്ളാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഡ്രിപ്പറിന് വന്നിരിക്കുന്നത് 2 രൂപ. അടുത്തത് ഈ സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൻ്റെ കാര്യം ഈ ബില്ലിനകത്ത് വന്നിട്ടില്ല, കാരണം ഞാനത് ആദ്യം ഓർഡർ ചെയ്യാൻ മറന്നുപോയിരുന്നു. രണ്ടാമത് ഓർഡർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡിന് 4 രൂപയാണ് വില. പിന്നെ ഇതിൻ്റെ ഈ കണക്ടറിനെല്ലാം 1.5 രൂപ, 2 രൂപ, ബുഷിന് 3 രൂപ, അങ്ങനെ വളരെ ചെറിയ അളവിലാണ് ഇങ്ങനത്തെ കണക്ടേഴ്സിനും പൈപ്പുകൾക്കും നമുക്ക് വില വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇനിയും സാധനം പൈപ്പും എല്ലാം മിച്ചമിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 15,000 രൂപ ഇതിന് ചിലവ് വന്നു എന്ന് മാത്രം എനിക്ക് പറയാൻ സാധിക്കും. 15 + 7,500 22,500 രൂപയാണ് പൈപ്പ് മറ്റ് അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് വന്നിരിക്കുന്ന ചിലവ്. പ്ലസ് പടുതാക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട്, പമ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പലർക്കും പടുതാക്കുളം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചിലർക്ക് ബോർവെൽ ഉണ്ടാവും, ചിലർക്ക് കുളം ഉണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഏതാണ്ട് ഇതാണ് എനിക്ക് വന്നിരിക്കുന്ന ചിലവ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറുതെ നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങൾ തന്നെ ഏതെങ്കിലും പൈപ്പ് ഇട്ടിട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈ വിഷയത്തിൽ അറിവില്ലാത്തവരുടെ വാക്ക് കേട്ട് പൈപ്പ് വിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ളം നിങ്ങൾക്ക് ചെടിയുടെ ചുവട്ടിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഈ മേഖലയിൽ പരിചയമുള്ള ആരെങ്കിലും കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളിത് ചെയ്യാവുള്ളൂ. ഇത് വളരെ ചീപ്പാണ്, പക്ഷെ നമ്മൾ പ്രോപ്പർ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് ചെയ്ത് അബദ്ധങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ ഈ ചിലവിനുള്ളിൽ ഒന്നും നിൽക്കില്ല. ഇനി എനിക്ക് ഈ ചിലവ് വന്നു എന്ന് പറയുന്നത്, ഞാനിത് വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്നാണ്. ഞാനിത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഞാൻ പലതവണ ഇതിനു മുമ്പും ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പം നാട്ടിലൊരു കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 2 രൂപയ്ക്ക് കിട്ടിയ ഡ്രിപ്പർ ഒരുപക്ഷെ 4, 5, 6 രൂപ വിലയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ബില്ലിൽ ഞാൻ വാങ്ങിയ സ്ഥലത്തിൻ്റെ അഡ്രസ്സും എനിക്ക് തോന്നുന്ന അഡ്രസ്സും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറമ്പിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെ ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ നിൽക്കുന്നത് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ചെടിയുടെ കീഴിലാണ്, അടുത്താണ്. അതായത് കണ്ടോ, ഇത് നട്ട് കടക്കൊക്കെ നല്ല വണ്ണം വന്നിട്ടുണ്ട്. നമ്മളിവിടെ ക്രോപ്പ് ചെയ്തു കഴിഞ്ഞപ്പോൾ കണ്ടോ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വന്നിരിക്കുന്നു. ഓരോ മൾട്ടിപ്പിൾ ബ്രാഞ്ച് അടുപ്പിച്ച് കാണിക്കാം. ഓരോ മൾട്ടിപ്പിൾ ബ്രാഞ്ച് വന്നോടത്ത് ഞാൻ വീണ്ടും ക്രോപ്പ് ചെയ്തു. ഇവിടെ ക്രോപ്പ് ചെയ്തു, ഇവിടെ ക്രോപ്പ് ചെയ്തു, ഇവിടെ ക്രോപ്പ് ചെയ്തോടെ നിന്നെല്ലാം വീണ്ടും മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വന്നിരിക്കുന്നു. ഈ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നു. ഇനി ഇതിനെ വീണ്ടും വളരാൻ അനുവദിക്കും. ഇത് വളർന്ന് സ്ട്രോങ് ആയി കഴിയുമ്പോൾ അതാ ഇവിടുന്നും അങ്ങനെ പല സ്ഥലത്തുനിന്ന് വീണ്ടും ക്രോപ്പ് ചെയ്ത് ഇതിനൊരു കൊടയുടെ ഷേപ്പിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ താഴെ മൾച്ചിങ് ഷീറ്റ് ഇട്ടിരിക്കുന്നു, ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൃഷി മുമ്പോട്ട് പോകുന്നത്. റംബൂട്ടാൻ കൃഷി എങ്ങനെ ഫലപ്രദമായി ചെയ്യാമെന്നുള്ള വീഡിയോസ് ഇനിയും വന്നുകൊണ്ടിരിക്കും.
അപ്പോൾ മല്ലു ഫാർമർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നോടം വരെ ഗുഡ് ബൈ. താങ്ക്